मैं बड़ौदा से हूँ, जयमीन पटेल। हम गुजरात टाइटंस की ओर से आए थे। हमें बहुत अच्छा लगा कि वो जीते आज, और हमें अच्छा लगा कि हरदीप पंड्या ने जो किया और वो हारे है वो टीम, तो सबसे बढ़िया वाला है, हम उसको छपरी बोलेंगे। മുംബൈ ഇന്ത്യൻസ് നായകനായി ഹാർദിക് പാണ്ഡ്യ ആദ്യ മത്സരം പൂർത്തിയാക്കി. വരാനിരിക്കുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളിയെന്ന് ഹാർദിക് ആദ്യ മത്സരത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ടോസ് നേടിയ മുംബൈ നായകൻ ബൌളിംഗ് തിരഞ്ഞെടുത്തു. അനുഭവസമ്പന്നനും ന്യൂ ബോൾ സ്പെഷ്യലിസ്റ്റുമായ ജസ്പ്രീത് ബുംറയെ മാറ്റി നിർത്തി. പകരം ഹാർദിക് പാണ്ഡ്യ നേരിട്ടെത്തി ആദ്യ ഓവർ എറിഞ്ഞു. വൃദ്ധിമാൻ സാഹയും ശുഭ്മാൻ ഗില്ലും ഗുജറാത്തിന് അനായാസം മികച്ച തുടക്കം നൽകി. 4-ാം ഓവറിൽ ബുംറ വന്നപ്പോൾ സാഹ വീണു. ലോക്ക്വുഡിനെ പവർ പ്ലേയിൽ ഉപയോഗിക്കാതിരുന്നതും തിരിച്ചടിയായി. 30 യാർഡ് സർക്കിളിൽ നിന്നും രോഹിത് ശർമ്മ പുറത്തേക്കിറങ്ങി. രോഹിത്തിനോട് ലോങ് ഓണിൽ ഫീൽഡ് ചെയ്യാൻ ഹാർദിക് നിർദ്ദേശിച്ചു. ആരാധകർ മുംബൈ നായകനെ കൂവി വിളിച്ചു. രോഹിത് ശർമ്മയ്ക്ക് ജയ്വിളികൾ ഉയർന്നു. ഗ്രൗണ്ടിൽ അപ്രതീക്ഷിതമായി നായയെത്തിയപ്പോൾ ഹാർദിക്കിന്റെ പേരാണ് ആരാധകർ വിളിച്ചത്. ഒരു ഇന്ത്യൻ താരത്തിന് സ്വന്തം ആരാധകരിൽ നിന്ന് കൂക്കിവിളി ലഭിക്കുന്നത് മുമ്പ് കണ്ടിട്ടില്ലെന്ന കമന്ററി ബോക്സിൽ നിന്നും കെവിൻ പീറ്റേഴ്സൺ. ആകെ നേട്ടം വമ്പൻ ടോട്ടലിലേക്ക് ഗുജറാത്ത് നീങ്ങിയില്ലെന്നത് മാത്രം. അതിന് തടയിട്ടത് ജസ്പ്രീത് ബുംറയുടെ കിടിലൻ ബൌളിംഗ് എന്നത് സത്യം. മറുപടി ബാറ്റിംഗിൽ രോഹിത് പുറത്തായിടത്ത് ഞങ്ങൾ വിജയിച്ചെന്ന് ഗുജറാത്ത് ആരാധകൻ. टर्निंग पॉइंट तो जब रोहित शर्मा आउट हो गया, मेरे को लगा तभी थोड़ा मैच घूम गया। वैसे मैं तो विराट कोहली का फैन हूँ, लेकिन मैच जो भी है क्रिकेट लवर है तो क्रिकेट देख देते हैं। अब क्या है, मेरे को लग रहा है मुंबई इंडियंस को जो अभी जो कैप्टनसी का चेंज हुआ है, थोड़ा दिक्कत हुआ है उनको बैलेंस करने में, और लोगों को मतलब सेट होने में थोड़ा वो दिक्कत हो रहा है। मेरे हिसाब से अगर ये धीरे धीरे मैच खेलेंगे, अपने बीच में तालमेल बैठाएंगे तो हो जाएगा सब कुछ। ആദ്യ മത്സരത്തിലെ തോൽവിയോട് ഹാർദിക് കൂളായി പ്രതികരിച്ചു. ഇനി 13 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഈ തോൽവി ഒരു വിഷയമേയല്ല. 2013 ശേഷം ഇന്നുവരെ മുംബൈ IPL-ലെ ആദ്യ മത്സരം ജയിച്ചുകൊണ്ട് തുടങ്ങിയിട്ടില്ല. സീസണിൽ മുംബൈ തിരിച്ചു വരുമെന്നത് യാഥാർത്ഥ്യം. എങ്കിലും ആരാധകർ ഇപ്പോഴും പല തട്ടിലാണ്. ചിലർ രോഹിത്തിനൊപ്പവും മറ്റു ചിലർ മുംബൈക്കൊപ്പവും.